നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ ലഹരിമരുന്ന് കച്ചവടം നടത്തിവന്ന വ്യാജ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പിടിയിൽ. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് എഴുമറ്റൂർ സ്വദേശി ഷാർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1.5 ഗ്രാം MDMA പിടിച്ചെടുത്തു. പുസ്തകങ്ങൾക്കിടയിൽ വളരെ സൂക്ഷ്മമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് കണ്ടെത്തിയത്. ലഹരി ഉപയോഗിക്കുന്നതിനായി ഇയാൾ സൂക്ഷിച്ചിരുന്ന പ്രത്യേക ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. നാട്ടിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നയാൾ എന്ന പേരിൽ സജീവമായിരുന്നു ഷർഫിൻ സെബാസ്റ്റ്യൻ. എന്നാൽ ഇതിന്റെ മറവിൽ ഇയാൾ വലിയ തോതിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നതായാണ് വിവരം. യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ യൂട്യൂബർ ഖാദർ കരിപ്പൊടിക്കെതിരെ പോലീസ് കേസെടുത്തു. പള്ളിക്കര സ്വദേശിയായ അബ്ദുൾ അഹദിന് മർദ്ദനമേറ്റ സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്. സാമ്പത്തിക തർക്കം പരിഹരിക്കാനെന്ന വ്യാജേനെ അബ്ദുൾ അഹദിനെ ഖാദർ കരിപ്പൊടിയും സംഘവും വിളിച്ചു വരുത്തി ആക്രമിച്ചെന്നാണ് പരാതി. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഖാദർ കരിപ്പൊടിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. എറണാകുളം മട്ടാഞ്ചേരിയിൽ ബാറിൽ വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി ഷിബുവാണ് പോലീസ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ MP കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ഗുണ്ടകളിൽ ഒരാളാണ് ഷിബു. പ്രതി ചുറ്റിക കൊണ്ട് വയോധികനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, തോക്ക് കേസ് പ്രതി റിയാസ്, കൊടി ക്രിമിനൽ പുലി നസീർ, ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ബിലാൽ തുടങ്ങി നിരവധി കുപ്രസിദ്ധ ഗുണ്ടകളാണ് യോഗത്തിലെത്തിയത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ നടന്ന ചർച്ചയ്ക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത അമർഷം പുകയുന്നുണ്ട്. എറണാകുളം DCC പൂർണ്ണമായി കെ സുധാകരന്റെ നടപടിയെ തള്ളിക്കളഞ്ഞിരുന്നു. പോലീസും നാർക്കോട്ടിക്സ് വിഭാഗവും ബംഗളൂരുവിൽ നടത്തിയ പരിശോധനയിൽ വൻ മയക്കുമരുന്ന് സംഘത്തെ അറസ്റ്റ് ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 25 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഒരു മലയാളിയും 3 നൈജീരിയൻ സ്വദേശികളും ഉൾപ്പെടെ 17 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് അറിയിച്ചു. SBR ലേഔട്ടിൽ വെച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിനിടയിലാണ് മലയാളി മുഹമ്മദ് ഒമറുള്ള ഫാറൂഖ് പിടിയിലാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടി രൂപ വില വരുന്ന 2 കിലോ ഹൈഡ്രോ കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇയാൾക്കൊപ്പം ഹാരിസ് എന്ന മറ്റൊരു യുവാവും പിടിയിലായിട്ടുണ്ടെങ്കിലും ഇയാൾ മലയാളിയാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. പശ്ചിമ ബംഗാളിലെ റിഫൈനറിയിൽ പൈപ്പ് ലൈനിന് തീപിടിച്ച് 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹൽദിയ പെട്രോകെമിക്കൽ ലിമിറ്റഡിലെ നാഫ്ത പൈപ്പ് ലൈനിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെ 4-നായിരുന്നു അപകടം. പ്ലാന്റിന് സമീപമുള്ള പൈപ്പ് ലൈനിൽ നിന്ന് നാഫ്ത മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ ചോർച്ചയുണ്ടായി തീപിടിച്ചെന്നാണ് കമ്പനിയുടെ വിശദീകരണം. അതിജ്വലന ശേഷിയുള്ള ഇന്ധനമാണ് നാഫ്ത. ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ പോലും വൻ സ്ഫോടനത്തിന് കാരണമാകും. ചേർത്തലയിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. സംഭവത്തിൽ മരിച്ച ജയരാജിന്റെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും മുറിവുകളും കണ്ടെത്തിയതോടെയാണ് കേസ് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഞായറാഴ്ചയാണ് ജയരാജിനെ വീടിന് പുറത്ത് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വീട്ടുകാർ അലംഭാവം കാട്ടി. ഏറെ സമയത്തിന് ശേഷം മാറി താമസിക്കുന്ന മൂത്ത മകൻ ശ്രീജിത്ത് എത്തിയാണ് ഇദ്ദേഹത്തെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര്. ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ കഴിവുകേടുണ്ടെന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിന് പിന്നാലെയാണ് സഭയിൽ ബഹളമുയർന്നത്. പിണറായിയെ പോലെ ഒരാൾ ഇത്തരമൊരു പരാമർശം നടത്തരുതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി നൽകുന്നതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ എഴുന്നേറ്റ് സംസാരിച്ചതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത്. ചീഫ് സെക്രട്ടറി ജയതിലകന്റെ വിരമിക്കൽ ദിനത്തിലും കടുത്ത വിമർശനങ്ങളുമായി N പ്രശാന്ത്. താൻ തന്നെയാണ് അധിപനെന്ന് അഹങ്കരിക്കുന്ന ആളാണ് ജയതിലകെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് ആരോപിച്ചു. ജയതിലകന്റെ ചിത്രം സഹിതമാണ് N പ്രശാന്ത് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരിന്റെ തുടർച്ചയായാണ് ജയതിലകന്റെ പടിയിറക്ക ദിനത്തിലെ പ്രശാന്തിന്റെ ഈ പ്രതികരണം. പശ്ചിമ ബംഗാളിൽ സംഘടിത കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും കർശനമായി അടിച്ചമർത്താൻ സർക്കാർ ഗുണ്ടാ നിയമം പാസാക്കി. തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ 176 പേർ അനുകൂലിച്ചപ്പോൾ 41 പേർ എതിർത്തു. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തുന്ന ഏതൊരാളെയും 1 വർഷം വരെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വെക്കുന്നതാണ് നിയമം. ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് കമ്മീഷണർമാർക്കും ഇതിനുള്ള ഉത്തരവ് നേരിട്ട് പുറപ്പെടുവിക്കാനാകും. ആക്രമണങ്ങളിലൂടെ സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്ന കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കാനും കർശന വ്യവസ്ഥയുണ്ട്. കള്ളക്കടത്ത്, അനധികൃത മണൽ ഖനനം, വന്യജീവി വനംകൊള്ള എന്നിവയെല്ലാം ഇനി മുതൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരിധിയിൽ വരും. വിദേശ വനിതകളെ മനുഷ്യക്കടത്തിലൂടെ തലസ്ഥാനത്തെത്തിച്ച് പെൺവാണിഭം നടത്തിവരുന്ന സംഘത്തെ തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 തായ്ലൻഡ് സ്വദേശിനികളും 2 മലയാളികളുമാണ് പോലീസിന് പിടിയിലായത്.
ആണ്ടൂർക്കോണം പറമ്പിപ്പാലം TN മൻസിൽ ആസിഫ്, പോത്തൻകോട് കീഴ്ത്തോന്നയ്ക്കൽ 5 ഭവനിൽ അധീഷ് കൃഷ്ണൻ എന്നിവരും തായ്ലൻഡ് സ്വദേശികളായ സിലരക്, സുകന്യ എന്നിവരുമാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. ജർമ്മനി ഫിഫ ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക്. പരാഗ്വേയുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ട ജർമ്മനി പ്രീ ക്വാർട്ടർ കാണാതെയാണ് പുറത്താകുന്നത്. ഇതോടെ പരാഗ്വെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു. ഇതേ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയിയെ തീരുമാനിക്കുകയായിരുന്നു. ലോകകപ്പിൽ കുതിപ്പ് തുടർന്ന് ബ്രസീൽ. നോക്കൌട്ടിൽ ജപ്പാനെ 2-1 കീഴടക്കി ബ്രസീൽ പ്രീ ക്വാർട്ടറിലെത്തി. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബ്രസീലിന്റെ കുതിപ്പ്. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ് ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത്. ഫിഫ ലോകകപ്പിൽ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ. കളിയുടെ മുഴുവൻ സമയത്തും ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിലായതോടെ ഷൂട്ടൌട്ടിലാണ് മൊറോക്കോയുടെ ജയം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.